പാഠം 834. ബ്രിട്ടനിൽ നിന്നൊരു വിരുന്നുകാരൻ. മുറ്റോടിക്കാൻ രാവിലെ പറഞ്ഞതാ, ഇതുവരെ ചെയ്തിട്ടില്ല. ബാഹുലിനമ്മമാർ ഇതെങ്ങനെ കണ്ട എന്റെ മാനം പോയി തന്നെ. അമ്മേ, നിന്നോട് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഞാൻ പറഞ്ഞതല്ലേ മുറ്റം തൂത്ത് വൃത്തിയാക്കിയിടണമെന്ന്? ഞാൻ മുറ്റം തൂത്താണല്ലോ. എന്നിട്ടാണോ ഇപ്പോ 4 ഇലകൾ മുറ്റത്ത് കിടക്കുന്നത്? ഇലയുടെ എണ്ണൊക്കെ എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ മോഹനേട്ട, ഞാൻ തൂത്തുവാരിയതിനു ശേഷം വീണ ഇലകളായിരിക്കും അത്. ഈ ന്യൂട്ടന്റെ ഭൂഗുരുത്വ സിദ്ധാന്തം അനുസരിച്ച് മരത്തിൽ നിന്ന് അടർന്ന് വീഴുന്ന ഇലകള് നേരെ ഭൂമിയിലേക്ക് പതിക്കും. ഞാൻ രാവിലെ മുറ്റം തൂത്ത് കഴിയുമ്പോ ഈ ഗുരുത്വാകർഷണം നിന്ന് പോത്തുന്നില്ലല്ലോ. വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ ഒന്നുകൂടെ പോയി മുറ്റം തൂക്കാൻ നോക്ക്. അമ്മാവൻ കൃത്യം 8:20 ആകുമ്പോ ഇവിടെ എത്തും. അമ്മാവൻ വരുമ്പോ മുറ്റത്ത് ഇലകൾ കിടക്കുന്നത് കണ്ടാൽ എന്റെ മാനം പോവില്ലേ? മുറ്റത്ത് മരങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇലകൾ വീഴും എന്ന് പോലും അറിയാത്ത ആളാണോ ഈ ബാഹുലേൻ അമ്മാവൻ മോഹനേട്ട? 30 കൊല്ലം ഏതോ ബ്രിട്ടീഷ് കമ്പനി ജോലി ചെയ്ത ആളല്ലേ? മരത്തിന്ന് ഇല വീഴും എന്ന് പോലും അറിയാതെയാണോ ഇത്രയ്ക്ക് വലിയ ആളായത്? മരത്തുനിന്ന് ഇല വീഴുമെന്ന് അമ്മാവൻ അറിയാം. പക്ഷേ വൃത്തിയും വെടുപ്പുമുള്ള ആളുകൾ താമസിക്കുന്ന വീടിന് മുന്നിൽ ഇലകൾ കൂടിക്കിടക്കില്ല. ഇലകൾ വീഴുമ്പോൾ അത് അടിച്ചു കളയണം. അതെ മോനട്ടാ, കൃത്യമായി 4 ഇലകൾ എണ്ണി ബോധ്യപ്പെട്ട് ഇവിടെ വന്ന് എന്റെ മെക്കിട്ട് കയറുന്നതിന്റെ പകുതി സമയം പോരായിരുന്നോ ആ ഇലകളൊന്ന് എടുത്തു കളയാൻ? അത് ചെയ്യാതെ നേരെ അടുക്കലോട്ട് പോന്നു. മോഹനട്ടാ, അമ്മ വരുമ്പോ മുറ്റം വൃത്തിയായി കിടന്നാ മാത്രം മതിയോ? വലുത് കഴിക്കാനോട് കൊടുക്കണ്ടേ? അതോ ബ്രിട്ടീഷ് കമ്പനിയിൽ 10-30 കൊല്ലം ജോലി ചെയ്തുകൊണ്ട് വിശപ്പില്ല എന്നുണ്ടോ? രാവിലെ കഴിക്കാനില്ല എന്ന് ഓർത്ത് നീ പഠിക്കണ്ട. ഉച്ചകൊണ്ട് കാര്യം മാത്രം നീ നോക്കിയാൽ മതി. അത് രാവിലെ അമ്മാവൻ കഴിക്കില്ലേ? അമ്മാവൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. വരുന്നത് എന്റെ അമ്മാവനാണല്ലോ. ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. ഉച്ചക്ക് നല്ല ഗംഭീരമായൊരു ഊണ്, സാമ്പാറും രസവും അവിയലും കൂടെ നല്ല മീൻ വറുത്തതും. അതാണ് അമ്മാവന് പണ്ടേ ഇഷ്ടം. അതല്ല, ഞാൻ സമ്മതിച്ചു. ഈ രാവിലത്തേക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത് നേരെ തന്നെയാണോ? ഒടുവിൽ അമ്മാവൻ വന്നു കഴിയുമ്പോ കഴിക്കാനെടുക്കും ഭാമേ എന്ന് എന്നോട് പറയരുത്. ഭാമേ? നീ ഇതുവരെ ബാഹുലിനമ്മനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ കാണാനാ? നമ്മുടെ കല്യാണത്തിന് മുന്നേ അല്ലേ അവസാനമായിട്ട് അമ്മാവൻ നാട്ടിൽ വന്നത്. അപ്പൊ പിന്നെ അമ്മാവന്റെ ശീലങ്ങൾ എനിക്കാണോ നിനക്കാണോ കൂടുതൽ അറിയാവുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കേട്ടാ മതി. ഉച്ചയൂണ് കഴിച്ചു കഴിഞ്ഞ് ഒടുവിൽ അമ്മാവൻ പറയരുത്, രാവിലെ വയ്ക്കാൻ കൊള്ളാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മോഹനകൃഷ്ണ, നീ ഇതാണോ എന്നും കഴിച്ചോണ്ടിരുന്നത് എന്ന്. വളരെ സൂക്ഷിച്ച് സമയമെടുത്ത് ശ്രദ്ധാപൂർവം ചോറുണ്ടാക്കിയാൽ മതി. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സഹദേവാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അയ്യോ അയ്യോ, ഇന്ന് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണല്ലോ. തഹസിൽദാരെ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസുഖമൊന്നുമല്ല, എന്റെ അമ്മാവൻ ഇന്നിങ്ങോട്ട് വരുന്നു. പുള്ളിക്കാരൻ ഒരു 10-30 വർഷം വലിയൊരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്ത ആളാ. കുറെ കാലമായി കൽക്കട്ടയിലായിരുന്നു. 6-7 വർഷം കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ എന്റെ കൂടെ ഒരാഴ്ച ഉണ്ടാകും. ഒരാഴ്ച ലീവൊന്നുമില്ല, ഇന്നൊരു ദിവസത്തേക്ക്. വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ വരുമ്പോ ഞാൻ ഇറങ്ങി ആഫീസിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അതെ അതെ, നാളെ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് വരാം. അതുപോലെ പിന്നെ സഹദേവാ, അമ്മാവനെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ സഹദേവൻ ഒന്ന് ഇതുവഴി ഒന്ന് പോയാൽ മതി. സത്യത്തിൽ അമ്മാവനെ പരിചയപ്പെടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ശരി ശരി. മോരുടെ അമ്മാവൻ വരുന്നത് ചന്ദ്രന് വല്ലതാണോ? അല്ല, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പരിചയപ്പെടുത്താനേ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായി. അസൂയ. ബാഹുലേൻ അമ്മാവനെ പോലെ ബ്രിട്ടീഷ് കമ്പനിയിൽ
30 വർഷം ജോലി ചെയ്ത അപാരമായ വിവരമുള്ള ഒരു അമ്മാവൻ നിനക്കില്ലാതെ പോയതിന്റെ അസൂയ. ആ, ഈ 30 കൊല്ലം ബ്രിട്ടീഷ് കമ്പനി ജോലി ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. 100-200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചൊരു നാടാ നമ്മുടേത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞ് ആളെ പിടിപ്പിക്കാൻ നോക്കല്ലേ. എന്റെ മുന്നിൽ ചെറുതാകാതിരിക്കാനായിട്ട് നീ ഇങ്ങനെ പല തർക്കങ്ങളും കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളൊക്കെ ഞാൻ പഠിച്ചത് അമ്മാവന്റെ അടുത്ത് നിന്നാണ്. അയ്യോ, അതേതൊക്കെ പാഠങ്ങളാ മോനട്ടാ? ഒന്ന്, ലളിത ജീവിതം. ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ധൂർത്തടിക്കരുത് എന്നും നമ്മൾ 1 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് വളരെ വ്യക്തമായ ഒരു ഉണ്ടാകണമെന്നും അമ്മാവൻ എപ്പോഴും പറയുമായിരുന്നു. അതായത് പിശുക്ക്. പണം സമ്പാദിക്കുന്നത് അത് ബാങ്കിലിട്ട് അതിന്റെ കണക്കിങ്ങനെ കൂട്ടി സന്തോഷിക്കാൻ മാത്രമായിട്ടുള്ളതാണെന്നും 1 രൂപ പോലും ചെലവാക്കരുത് എന്നുമുള്ള സിദ്ധാന്തത്തിനാണ് ഞങ്ങൾ പാവ മലയാളികള് മലയാളത്തില് പിശുക്ക് എന്ന് പറയുന്നത്. അല്ല, ഈ ബ്രിട്ടീഷുകാർ അതിനെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ മോനട്ടാ. അമ്മ വരട്ടെ, ഒന്ന് ചോദിച്ചു നോക്കണം. അമ്മാവ് പഠിപ്പിച്ച അടുത്ത പാടെന്താ? കൃത്യനിഷ്ഠ. സമയത്തിന് വിലയുണ്ടെന്നും 1 നിമിഷം പോലും അനാവശ്യമായി കളയരുതെന്നും എന്ത് ചെയ്യുമ്പോഴും സമയനിഷ്ഠ പാലിക്കണമെന്നും വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മാവൻ എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ക്ലോക്കുമായിട്ടാണ് അമ്മാവൻ ജനിച്ചത്. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അയ്യോ, മാന്യമായി വസ്ത്രം ധരിക്കുക, അന്തസ്സായി സംസാരിക്കുക, പരിസ്ഥിതിയെ സ്നേഹിക്കുക, ധാരാളം വായിക്കണം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനാണ്. നിനക്കൊരു കാര്യം അറിയാം ഭാമേ, അമ്മാവൻ അറിയാത്ത ഒരു കാര്യവും ഈ ലോകത്തിൽ. സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശം എന്നാണ് ഞങ്ങൾ അമ്മാവനെ ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ മോഹനേട്ടനെ പോലെ തന്നെ. അതെ, ആരോഗ്യ കാര്യങ്ങളിലും അമ്മാവൻ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കുന്ന വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടേയില്ല. 60 വയസ്സിനിടയിൽ അമ്മാവൻ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ പോലിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വേറെ ആരുണ്ട് ഈ നാട്ടിൽ? ആരും കാണൂല മോഹനേട്ടാ, ആരും കാണൂല. സത്യത്തിൽ അമ്മാവനെ പോലൊരു അമ്മാവനുണ്ടായതാണ് എന്റെ ഭാഗ്യം. ഈ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ ആകാൻ എനിക്ക് കഴിഞ്ഞത് അമ്മാവന്റെ ജീവിതം കണ്ടുപഠിച്ചതുകൊണ്ടാണ്. മോഹനേട്ടൻ അമ്മാവനെ കണ്ടുപിടിച്ചു. അമ്മാവൻ ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചത്? പറയുമ്പോ ബ്രിട്ടീഷുകാർ വിദേശികളാണ്. 100-200 കൊല്ലം നമ്മൾ അടക്കി ഭരിച്ചിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ ചില നന്മകളെ നമ്മൾ കണ്ണുകൾ നടിക്കരുത്. കൃത്യനിഷ്ഠയിൽ ബ്രിട്ടീഷുകാരെ വെല്ലാൻ വേറെ ഒരു കൂട്ടരാണ്. അമ്മാവൻ ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്തതുകൊണ്ടാണ് അമ്മാവന്റെ ജീവിതത്തിൽ ഈ കൃത്യനിഷ്ഠയും ചിട്ടയും ഒക്കെ ഉണ്ടായത്. അമ്മാവൻ എത്തിയോ? ഒരിക്കലുമില്ല. അമ്മാവൻ വരുമെന്ന് പറഞ്ഞത് 8:20-നാണ്. ഇപ്പോൾ സമയം 7:55 ആയിട്ടുള്ളൂ. പറഞ്ഞതിനേക്കാൾ 25 മിനിറ്റ് അമ്മാവൻ ഒരിക്കലും നേരത്തെ വരില്ല. അതാരാണ് ഞാൻ നോക്കുമ്പോഴേക്കും നീ ചൂലെടുത്തുകൊണ്ട് പോയി മുറ്റത്ത് കിടക്കുന്ന ആ ഇലകളൊക്കെ തൂത്ത് വൃത്തിയായിക്കോളൂ. എന്റെ പൊന്നു, അമ്മാവനും മരുമോനും കൂടി എന്നെ നക്ഷത്രം എണ്ണിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. നമസ്കാരം സാറേ. നമസ്കാരം. ശിവൻകുട്ടി ഒരു 10 മിനിറ്റ് വൈകി. സാറ് വിളിച്ചപ്പോ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പക്ഷെ വഴിയിൽ വെച്ച് നമ്മുടെ സൊസൈറ്റിയിലെ അരവിന്ദ സാറിനെ കണ്ട് സംസാരിച്ചിന്ന് സമയം പോയി. ഇതാണ് നിങ്ങളെ പോലുള്ളവരുടെ കുഴപ്പം. സമയനിഷ്ഠ തീരെ ഇല്ല. 7:45-ന് ഇവിടെ എത്തിക്കൊള്ളാം എന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ട് ശിവൻകുട്ടി അരവിന്ദൻ സാറുമായി സംസാരിച്ചുകൊണ്ട് സമയം കളഞ്ഞു. സാറേ, ഞാൻ ഈ 10 മിനിറ്റ് വൈകിയത് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ശിവൻകുട്ടിക്ക് അറിയോ? കുഴപ്പോ? നിങ്ങളെയൊക്കെ കൃത്യനിഷ്ഠ ശരിക്കൊന്ന് പഠിപ്പിക്കണം. അല്ല, സാർ എന്തിനാ വരാൻ പറഞ്ഞത്? എന്റെ അമ്മാവൻ കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരും. പുള്ളിക്കാരൻ കൽക്കട്ടയിലെ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ 30 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ്. ഉത്തമൻ വിളിച്ചപ്പോ ആള് സ്ഥലത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ശിവൻകുട്ടി വിളിച്ചത്. ഉത്തമനായിരുന്നെങ്കിൽ കൃത്യം 7:45-ന് ഈ അങ്കണത്തിൽ എത്തിച്ചിരുമായിരുന്നു.
അല്ല സാർ ഇതുവരെ വിളിച്ച കാര്യം പറഞ്ഞില്ല. ആ ബാഹുലേനമ്മാവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കരമായ ചിട്ടുള്ള ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലിയും കോഴിക്കറിയുമാണ് കഴിക്കാറുള്ളത്. അതെയോ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നല്ല ഇഡ്ഡലിയും കോഴിക്കറിയും കിട്ടുമല്ലോ. ആ അത് കിട്ടും. ഭാമ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാക്കും. പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന കോഴിക്കറിയുടെ അത്രയും രുചി ഉണ്ടാകണം എന്നില്ല. ശിവൻകുട്ടി എത്രയും പെട്ടെന്ന് പോയി 7 ഇഡ്ഡലിയും 2 കോഴിക്കറിയും വാങ്ങി. 7 ഇഡ്ഡലിയും 2 കോഴിക്കറിയും. അമ്മാവൻ കൃത്യം 8:20 ഈ അങ്കണത്തിൽ എത്തിച്ചേരും. 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും ഭാമ ഒരു ചായ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കും. ആ ചായ കുടിക്കാൻ ഒരു 5 മിനിറ്റ്. അപ്പോ അമ്മാവന് ഭക്ഷണം കഴിക്കാനുള്ള സമയമാവും. മണി 8:35 ആയിരിക്കും. അതായത് ചായക്കടയിൽ പോയി ഞാൻ പറഞ്ഞതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ ശിവൻകുട്ടിക്ക് 40 മിനിറ്റ് ലഭിക്കും. ശിവൻകുട്ടിക്ക് ബൈക്കില്ലേ? ഉണ്ട്. ആ ബൈക്കിൽ അവിടെ എത്താൻ 5 മിനിറ്റ്. ഭക്ഷണം പറഞ്ഞ് അത് വാങ്ങാനായിട്ട് 20 മിനിറ്റ്. തിരിച്ചിങ്ങോട്ട് 5 മിനിറ്റ്. എല്ലാം കൂടി കൃത്യം 30 മിനിറ്റിൽ തീർക്കാൻ പറ്റും. ഓ ശരി സാറേ. ഇനിയും വഴിയിൽ ആരെങ്കിലും കണ്ട് വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞ് സാധനം വാങ്ങിക്കൊണ്ടുവരാൻ താമസിച്ചാൽ ശിവൻകുട്ടി എന്റെ മറ്റൊരു മുഖം കാണും. ഇല്ല സാർ, ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നോളാം. എന്നാ പോയിക്കോളൂ. ഓ അപ്പൊ അവിടം വരെയായി കാര്യങ്ങള്. ഭാര്യയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് കഴിക്കാനുള്ളത് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങുന്നു. അതുകൊണ്ടാണല്ലേ അപ്പൊ ഉച്ചയൂണ് മതി എന്ന് പറഞ്ഞത്? അതെ. ആ അല്ല, 7 ഇഡ്ഡലി 2 കോഴിക്കറി, അതിന്റെ കണക്കെന്താ മോനട്ടാ? 3 ഇഡ്ഡലി അമ്മാവൻ, ആ 2 എണ്ണം എനിക്ക്, 2 എണ്ണം നിനക്ക്. 1 കോഴിക്കറി അമ്മാവന്, മറ്റേ കോഴിക്കറി നമുക്ക് 2 പേർക്ക് കൂടി. എന്താ കണക്ക്? കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം മുറ്റമൊക്കെ നിർത്തിയാക്ക്. മോനട്ടാ ആ സംഗതി കൊള്ളാട്ടാ. പക്ഷെ എനിക്കൊരു ചെറിയ സംശയമേ. ഈ രാവിലത്തെ ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന പരിപാടി ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ? അത് അമ്മ പോകുന്നവരെ ഉണ്ടാവോ? അത് തീരുമാനിച്ചിട്ടില്ല. ഓ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണല്ലോ അമ്മാവൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം നീ ഉണ്ടാക്കുന്നതാകണ്ട എന്നെനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ എന്ന്? അങ്ങനെയല്ല, ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വലിയ ചിട്ടുള്ള ആളാണല്ലോ എന്റെ അമ്മാവൻ. രാവിലത്തെ ഭക്ഷണത്തിൽ ഇഡ്ഡലിയും കോഴിക്കറിയും എന്നുള്ളത് അമ്മാവന്റെ പഴയ കാലത്തെയുള്ള ശീലമാണ്. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലാണെങ്കിൽ നല്ല 1 തരം ഇഡ്ഡലിയും കോഴിക്കറിയും കിട്ടും. അപ്പോ അത് ആദ്യം കൊടുക്കാം. ഉച്ചയൂണ് കഴിക്കുന്നതിന് മുമ്പ് അമ്മാവന്റെ ശീലങ്ങളെ പറ്റി നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ് അമ്മാവൻ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇന്ന് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ചിക്കൻ കറി കഴിച്ചു നോക്കിയിട്ട് അതുപോലത്തെ കറിയാണ് നാളെ മുതൽ നീ ഉണ്ടാക്കേണ്ടത്. അത്രയും രുചിയോടെ കറി ഉണ്ടാക്കാൻ നിനക്ക് ഒരുപക്ഷെ അറിയില്ല എങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ആരും അറിയാതെ. നാളെയും കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് തന്നെ അത് വാങ്ങാം. അപ്പൊ കാശ് ഇറക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അത്യാവശ്യ കാര്യങ്ങൾക്ക് കാശ് ചെലവാക്കാൻ പണ്ടേ കെ മോഹൻ സാറിന് മടിയൊന്നുമില്ലല്ലോ. ബാഹുലേന അമ്മാവൻ വരുമ്പോൾ വായ്ക്ക് രുചിയായി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാശ് ഇറക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്തായാലും കാശ് മുടക്കല്ലേ മോനട്ടാ. എങ്കിൽ പിന്നെ ഈ ഉച്ചയുടെ കാര്യം കൂടെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അത് ശരിയാണല്ലോ, പക്ഷേ അത്ര എളുപ്പം വേണ്ട. ആദ്യം നീ അടുക്കള വല്ല ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. അമ്മാവൻ വരുമ്പോൾ തന്നെ ചായ കൊടുക്കണം. മധുരം കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. നീ ആദ്യമായി അമ്മാവന് കൊടുക്കാൻ പോകുന്ന ചായയാണ് എന്നൊരു ഓർമ്മയുണ്ടാവണം. ശരി, ഉത്തരവ് പോലെ. ഇനിയിപ്പോ താലപ്പൊലിയോ അമ്പാരിയോ വല്ലോ ഏർപ്പാടാക്കണോ മോനട്ടാ?
എന്ത് ഏർപ്പാടാക്കണം എന്ത് ഏർപ്പാടാക്കണ്ട എന്ന് എനിക്കറിയാം. നിന്റെ ഉപദേശം വേണ്ട. ഓ, മണി 8:20. അമ്മാവനെത്തി കഴിഞ്ഞു. ശ്ശോ. എന്റെ പൊന്നേ. ഒരു കാര്യം കൂടി. ഞാൻ എന്തെങ്കിലും ഗൗരവമായ ഒരു കാര്യം പറയുമ്പോൾ ഒരുമാതിരി ആക്കി സംസാരിക്കുന്ന സ്വഭാവം നിനക്കുണ്ട്. അമ്മാവന്റെ മുന്നിൽ വെച്ച് അമ്മാതിരി വർത്തമാനം അങ്ങനെ പറഞ്ഞാൽ നീ വിവരം അറിയും. എന്നോട് വളരെയധികം സ്നേഹവും ബഹുമാനവും കാണിക്കണം. ഞാൻ പറയുന്നത് എന്തായാലും തർക്കുത്തരം പറയാം. പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ വളരെയധികം അച്ചടക്കം ഉണ്ടാവണം. അനാവശ്യമായി വർത്തമാനം പറയുകയോ ഗോഷ്ഠി കാണിക്കുകയോ ചെയ്യരുത്. ശ്വാസം വിടാമോ? ഇതിനുള്ള മറുപടി ഒരാഴ്ച കഴിഞ്ഞാൽ പറയാം. അഹങ്കാരി. പ്രിയമുള്ളവരെ, അങ്ങനെ നാം എല്ലാവരും കാത്തിരുന്ന മഹാന്മാരിൽ മഹാനായ ബാഹുലേനമാവൻ ഇതാ ഈ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയല്ലേ വീട്? എന്താ ചേട്ടാ സംശയം? വില്ലേജ് ഓഫീസർ മോഹൻ സാറിന്റെ വീട് അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? ആ, എത്രയായി? 100 രൂപ. 100 രൂപയോ? അതെ, പഞ്ചായത്ത് ഓഫീസിനടുത്ത് നിന്നും ഇവിടം വരെ വരാൻ ഞങ്ങൾ 100 രൂപയാ വാങ്ങുന്നേ. എന്താ അനിയന്റെ പേര്? ശശി. ആ, ശശി. ശശിക്ക് തോന്നും പോലെ പൈസ വാങ്ങാൻ നാട്ടിൽ നിയമമില്ല. ഈ ഓട്ടോറിക്ഷ ശശിയുടേതായിരിക്കും. ഇതിലൊഴിച്ച പെട്രോൾ ശശി വാങ്ങിയതാവും. വണ്ടി ഓടിച്ചതും ശശി ആയിരിക്കും. പക്ഷേ ഈ വണ്ടി റോഡിലൂടെ ഓടിക്കാനും ആളെ കയറ്റാനും പെർമിറ്റ് തന്നത് സർക്കാരാണ്. പെർമിറ്റ് തന്ന കൂട്ടത്തിൽ യാത്രാക്കൂലിയെ പറ്റിയും സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അമ്മാവൻ. മോഹനകൃഷ്ണ, ഇയാൾക്ക് നിന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണോ ഇയാൾ വായി തോന്നിയ കൂലി ചോദിക്കുന്നത്? നീ ഇവിടുത്തെ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുമ്പോ ഇങ്ങനൊരു പകൽ കൊള്ള നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. സാറേ, താഴത്തെ ജംഗ്ഷൻ വരെ വരാൻ ഞങ്ങൾ 100 രൂപ വാങ്ങുന്നത്. സാർ ഓട്ടോ പിടിക്കാത്തോണ്ട് അറിയാത്തത്. അതായത് അറിവില്ലാത്തവരെ പറ്റിക്കാൻ നോക്കുന്നു. സർക്കാർ പെർമിറ്റ് ഉപയോഗിച്ച് ഓടുന്ന ഒരു ഓട്ടോ നാട്ടിലെ നിയമം തെറ്റിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? സംസാരിച്ചെങ്കിലും പ്രശ്നം തീർക്ക്. അതായത് ശശി, ഇദ്ദേഹത്തെ ശശിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മാവൻ 30 വർഷത്തോളം ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്. നിയമം വിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്ന ആളല്ല എന്റെ അമ്മാവൻ. ബ്രിട്ടീഷ് കമ്പനിയിലെ നിയമങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഇത് കേരളമാ. അതെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളൊക്കെയാ തീരുമാനിക്കുന്നത്. ഓഹോ, എന്നാ പിന്നെ അത് കാണാലോ. അമ്മ വരൂ, നമുക്ക് പോലീസിനെ വിളിക്കാം. എന്നാ പിന്നെ പോലീസിനെ വിളിക്കാം. ചുമ്മാ പേടിപ്പിക്കില്ല സാറേ, പോലീസിനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. അതെ അതെ, മതി. മോഹനയുടെ അമ്മാവനോട് അകത്തേക്ക് വെക്കുള്ളൂ. ശശിയോട് ഞാൻ സംസാരിച്ചോളാം. ഒരു തർക്കമുണ്ടാകുമ്പോ അത് തീർക്കേണ്ടത് ആണുങ്ങളാണ്. നീ അകത്ത് പോകൂ. ശരിയാണ്, നീ അകത്ത് പോകൂ. ഇത് ഞങ്ങൾ ആണുങ്ങൾ തീർത്തോളാം. അല്ല അമ്മാവ, ഞാനൊരു വക്കീലാണല്ലോ. ഇത്തരക്കാരോട് നിയമം പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഇത് ഞാൻ ശരിയാക്കിയോളാം. അമ്മാവനകത്തേക്ക് പൊയ്ക്കോളൂ. മോഹനേട്ടാ, അമ്മാവനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. അതെ, ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോ ഇങ്ങനെ മുറ്റത്ത് നിന്ന് തർക്കിക്കുന്നത് ശരിയാണോ? ഭാമ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. ഇവരോടൊക്കെ നിയമം പറഞ്ഞാലും കാര്യമുണ്ട്. അതുകൊണ്ട് ഞാനോ? അല്ല, ഭാമ ചെല്ലു. നിനക്ക് നിയമമൊക്കെ ശരിക്കറിയാവല്ലോ. കടിച്ചാ പൊട്ടാത്ത 4 നിയമം അവനെ പറഞ്ഞു കേൾപ്പിക്കണം. യാത്രക്കാരോട് മാന്യമായി പെരുമാറാത്ത ഓട്ടോക്കാരെ തൂക്കിക്കൊല്ലാൻ പോലും നിയമമുണ്ടെന്ന് അവന് തോന്നിപ്പിക്കണം. അത് ഞാൻ ഏറ്റമാവാ. മോഹനകൃഷ്ണ, വരൂ. ഓട്ടോക്കാരനോട് ഭാമ സംസാരിക്കട്ടെ. ശശി, ദൈവത്തെ ഓർത്ത് ബഹളം ഉണ്ടാക്കരുത്. പഞ്ചായത്ത് ഓഫീസിനടുത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓട്ടം കിട്ടത്തില്ലാത്തത് കൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് 100 രൂപ തരാറുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം.
പക്ഷെ അതൊന്നും ആ ബ്രിട്ടീഷുകാരനോടോ അദ്ദേഹത്തിന്റെ മരുമകനോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ശശി പൊയ്ക്കോളൂ. 100 രൂപ ഞാൻ എത്തിച്ചോളാം. വക്കീല് പറഞ്ഞോണ്ട് ഞാൻ പോകുന്നു. പിന്നെ ആ മൂപ്പിലനോടൊരു കാര്യം പറഞ്ഞേക്ക്. എന്റെ വണ്ടിയുടെ മുമ്പിലെങ്ങാനും വന്ന് പെട്ടാൽ കണ്ണടച്ച് വണ്ടി ഓടിച്ച് അങ്ങേരുടെ നെഞ്ചത്തോടെ കയറ്റി വന്നു. ശശി അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകരുത്. എന്റെ അമ്മേ. നീയും ഭാമയും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ ഓട്ടോക്കാരന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. ഇമാതിരിയുള്ള ഒരു നിയമലംഘനവും ഞാൻ സമ്മതിക്കത്തില്ല. അതെനിക്കറിയാം. അമ്മാവന്റെ അടുത്ത് നിന്നാണല്ലോ ഞാൻ ഈ കൃത്യനിഷ്ഠയും നിയമം അനുസരിക്കുന്ന ശരിയൊക്കെ പഠിച്ചത്. ഈ നാട്ടുകാർ മുഴുവൻ എന്നെ ബഹുമാനിക്കുന്നതിന് കാരണവും സത്യത്തിൽ അമ്മാവന്. എന്തായി? അയാള് ക്ഷമ പറഞ്ഞു. ആ 50 രൂപ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോ തരുമെന്ന്. പാവം പേടിച്ച് സ്ഥലം വിട്ടു. ഇവനെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാടിന്റെ ശാപം. ഒരു നിയമത്തോടും ബഹുമാനമില്ല, സത്യസന്ധതയില്ല, കൃത്യനിഷ്ഠയില്ല. ഭാമയ്ക്കറിയാവോ, ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ നൂറ്റാണ്ടുകളോളം അവർ ലോകത്തെ അടക്കി ഭരിച്ചു. എന്തുകൊണ്ടാ? അവരുടെ കൃത്യനിഷ്ഠയും ഉത്തരവാദിത്ത ബോധവും കൊണ്ടാ. നമ്മൾ അവരെ കണ്ടുപഠിക്കണം. അമ്മാവൻ ബ്രിട്ടീഷ് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ആളല്ലേ? അല്ല, അമ്മാവന്റെ കാര്യം മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാൻ കരുതി ഈ കോട്ടും ടൈയൊക്കെ കിട്ടിയിട്ടായിരിക്കും വരികയെന്ന്. കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കേരളത്തിലാണല്ലോ. കേരളത്തിൽ വരുമ്പോൾ കേരളീയ വേഷം ധരിക്കണം. ഇപ്പോൾ എന്നെ കണ്ടാൽ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന ഒരാളാണെന്നല്ലേ തോന്നൂ. വസ്ത്രധാരണത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഞാനത് മോഹനകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതറിയാം. അതിന്റെ പേര് ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയുള്ളൂ. എന്താ? അമ്മാവന് കുടിക്കാൻ ചായ അല്ലേന്ന് ഞാൻ ചോദിച്ചതായിരുന്നു. ഞാൻ ചായ കുടിക്കാറില്ല. ചായ ലഹരിയാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. പിന്നെ അതിനുപയോഗിക്കുന്ന പശുവിൻ പാൽ അതിനേക്കാളും മോശമാണ്. പഞ്ചസാരയുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ഞാൻ ചായ കുടിച്ചിട്ട് 5 വർഷമായി. ഭക്ഷണക്കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഈ 60-ാം വയസ്സിലും ഞാനിങ്ങനെ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നത്. എങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിലോട്ട്. മോഹനകൃഷ്ണ, പറയൂ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. അമ്മാവൻ വരുന്ന പ്രമാണിച്ച് ഞാനൊന്ന് ലീവ് എടുത്തിരിക്കുക. അത് വേണ്ടായിരുന്നു. ജോലി ആയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാലും എത്ര വർഷം കൂടി അമ്മാവനൊന്ന് കാണുന്നത്. അമ്മാവൻ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. അമ്മാവൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇന്നു മുതൽ അമ്മാവൻ പോകുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ചിട്ടയിലായിരിക്കണം. അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊന്നും പറഞ്ഞു കളയരുത്. എന്നാലും അമ്മാവൻ ഭയങ്കര ചിട്ടക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. ചുമ്മാതല്ല, മോഹനേട്ടൻ ഇങ്ങനെ ആയിപ്പോയത്. ഭാമേ, ജീവിതത്തിൽ കൃത്യനിഷ്ഠയും ചിട്ടയും വളരെ നല്ലൊരു കാര്യമാണ്. നീ ഒരു വക്കീലായത് കൊണ്ടാണ് അതിന്റെ വില മനസ്സിലാകാത്തത്. അമ്മാവൻ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോകുമ്പോ നോക്ക്, നീ എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയുള്ള ഒരാളായി തീരും. ഒരാഴ്ച കഴിയുമ്പോ ഞാൻ ജീവനോടുണ്ടായ ഭാഗ്യം മോനേട്ടാ. ആമേ, ബ്രിട്ടൻ എന്നൊരു കൊച്ചു രാജ്യം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്ന് അമ്മാവൻ പറഞ്ഞു നീ കേട്ടല്ലോ. സത്യസന്ധത, കൃത്യനിഷ്ഠ, ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. മോഹനേട്ടാ, എനിക്ക് ഇപ്പൊ ഇങ്ങനെ ലോകം മുഴുവൻ നിയന്ത്രിക്കണമെന്നില്ല. സമാധാനായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ.
സ്വന്തം ഇഷ്ടപ്രകാരം എന്തേലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കാര്യം മോഹനേട്ട. അത് നടക്കാതിരിക്കുന്ന കഷ്ടം തന്നെയാണേ. ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് കേടാണ് എന്നാണല്ലോ അമ്മാവൻ പറഞ്ഞത്. അമ്മാവൻ പോകുന്നത് വരെ ചായ കുടിച്ചില്ല എന്ന് കരുതി ചത്തുപോകുന്നില്ലല്ലോ. ഉച്ചയൂണ് ഗംഭീരമായിരിക്കണം. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സാമ്പാർ, രസം, അവിയല്, തോരൻ, പിന്നെ മീൻ വറുത്തത്, എല്ലാറ്റിനും നല്ല രുചി ഉണ്ടായിരിക്കണം. എനിക്കുണ്ടാക്കി തരുന്നത് പോലെ എന്തെങ്കിലും വെച്ചങ്ങ് ഉണ്ടാക്കി തന്നാ പോരാ. വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നോക്കല്ലേ. ഞാൻ എത്ര നാളും വെച്ചുണ്ടാക്കി തന്ന് കഴിച്ചിട്ട് മോഹനേട്ടന് ദോഷം ഉണ്ടായില്ലോ? ഉണ്ടോ? കല്യാണം കഴിഞ്ഞ സമയത്ത് ഈർക്കിൽ പോരുന്ന മോഹനേട്ടൻ ഇപ്പൊ തടിച്ചു കൊടുത്ത് സുന്ദരനായില്ലേ? ആരോ വന്നിട്ടുണ്ടല്ലോ. അതായിരുന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തീർക്കാൻ നോക്ക്. ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറുണ്ടെന്നാണ് അമ്മാവന്റെ ശീലം. 1 മണിക്ക് മുൻപോ 1 മണിക്ക് പിൻപോ അമ്മാവൻ കഴിക്കില്ല. അതാണ് സമയനിഷ്ഠ. സമയത്ത് വെച്ചുണ്ടാക്കി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ എന്ത് സമയനിഷ്ഠയും ആർക്കും ആവാലോ. ഓ, ഓരോരുത്തരുടെയൊക്കെ യോഗമേ. ആരാ? ഞാൻ ശിവൻകുട്ടി. എന്താ കാര്യം? ഞാൻ മോഹനേഷ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യമെന്ന്? ബാഹുലേൻ അമ്മാവനല്ലേ? ആണെങ്കിൽ അമ്മാവനെ പറ്റി സാർ എന്നോട് വിസ്തരിച്ച് പറഞ്ഞായിരുന്നു. ബ്രിട്ടീഷുകാരാണല്ലേ? ഞാനൊരു ഇന്ത്യക്കാരനാണ്. ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതെ, അമ്മാവന് കഴിക്കാനുള്ള ഇഡ്ഡലിയും കോഴിക്കറിയാണിത്. എനിക്കോ? ആ, അമ്മാവന് ഇഡ്ഡലിയും കോഴിക്കറി എന്ന് പറഞ്ഞ ഭയങ്കര ആക്രാന്തമാണെന്ന് സാറ് പറഞ്ഞു. അതുകൊണ്ട് രാവിലെ എന്നെ വിളിച്ചു വരുത്തി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതായത്. ഉള്ളത് പറയാമല്ലോ അമ്മാവ, കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലെ കോഴിക്കറിയാണ് കോഴിക്കറി. ഒരിക്കൽ കഴിച്ചാ പിന്നെ എപ്പോഴും കഴിക്കണം തോന്നും. അയ്യോ, ഇതാര്? ശിവൻകുട്ടിയോ? അല്ല, ശിവൻകുട്ടിയോ? എന്താ ശിവൻകുട്ടി രാവിലെ തോന്നണല്ലേ? ഇതാണ് എന്റെ ബാഹുലേൻ അമ്മാവൻ. 30 കൊല്ലം ബ്രിട്ടീഷ് കമ്പനിയിലായിരുന്നു. അത് സാർ രാവിലെ പറഞ്ഞില്ലേ സാർ? ചിക്കൻ ഇതെന്തിനും ഇങ്ങോട്ടുണ്ടത്? അമ്മാവൻ മരുന്ന് പറഞ്ഞ് ശിവൻകുട്ടി വീട്ടിൽ തയ്യാറായിക്കൊണ്ടൊന്നായിരിക്കും അല്ലേ? അമ്മാവൻ വരുന്ന കാര്യം ഞാൻ ശിവൻകുട്ടിയോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയി. അമ്മാവൻ വലിയ ആളാണെന്ന് പറഞ്ഞപ്പോ അമ്മാവനെ പരിചയപ്പെട്ടേ പറ്റൂ എന്ന് ശിവൻകുട്ടിക്ക് ഒരേ വാശി. അങ്ങനെ അമ്മാവനെ പരിചയപ്പെടാനായി വഴിക്കറിയും കൊണ്ട് വന്നതാണല്ലേ. നല്ല പയ്യനാ ശിവൻകുട്ടി. അല്ല സാറേ, ഇത് കൃഷ്ണൻകുട്ടിയുടെ മോഹനകൃഷ്ണ, ഞാൻ കോഴിക്കറി കഴിക്കുന്നത് നിർത്തിയിട്ട് 5 വർഷമായി. നിനക്കറിയാവോ, മാംസാഹാരം മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഴിയിറച്ചി നിറയെ മായം കലർന്നതല്ലേ. അത് ഒരിക്കലും കഴിക്കരുത്. ശിവൻകുട്ടി, ഇതുമായി സ്ഥലം വിട്ടോളൂ. അല്ല അമ്മാവ, ശിവൻകുട്ടി ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് വേണ്ട. വേണ്ട വേണ്ട. ഇന്ന് മുതൽ ഈ വീട്ടിൽ യാതൊരു വിധത്തിലുള്ള മാംസാഹാരവും ഞാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ആരോഗ്യമല്ലേ മോഹനകൃഷ്ണ ഏറ്റവും വലുത്. അത് ശിവൻകുട്ടി, സ്ഥലം വിട്ടോളൂ. അല്ല, എന്നാ പിന്നെ ശിവൻകുട്ടി സ്ഥലം വിട്ടോ. ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല സാറേ, ഇതിന്റെ പൈസയും കിട്ടിയിരുന്നെങ്കിൽ. ഓ, വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിട്ട് വന്നിട്ട് അതിന്റെ പൈസ പേരിട്ട് ചോദിക്കുന്നോ? ഇനി ഒരു നിമിഷം ഇവിടെ ചിലപ്പോ എന്റെ സ്വഭാവം മാറിപ്പോകും. അമ്മാവൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. സാറേ, ഞാൻ ഇതിപ്പോ എന്ത് ചെയ്യണം? ഇതിപ്പോ ഇനിയിപ്പോ ഇത് വെച്ചോളുന്ന പ്രശ്നം. ഇത് ഒരു കാര്യം, കൃഷ്ണൻകുട്ടി തിരിച്ചു കൊടുത്തോ. കഴിക്കാനായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ സാറേ? എന്നാ പിന്നെ ശിവൻകുട്ടി കൊണ്ടുപോയിക്കോ. എന്തായാലും ഇവിടെ വേണ്ട. അപ്പൊ ഇതിന്റെ പൈസ പൈസ ശിവൻകുട്ടി കൊടുക്കണം. ഞാനോ? പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നത്. സാറേ, രൂപ 185ആയി. എനിക്കിപ്പോ വേണ്ടല്ലോ. പിന്നെ എന്തിനാ പൈസ കൊടുക്കുന്നേ? സാറേ, അമ്മാതിരി വർത്തമാനം പറയല്ലേ. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അല്ലേ? സാറിന് വേണ്ടിയാണ് ഇതെന്ന് കൃഷ്ണൻകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പൊ കാശ് കൊടുക്കണോ വേണ്ട എന്നൊക്കെ സാറ് തന്നെ അങ്ങ് തീരുമാനിച്ചോ. അല്ലേ? കാശ് കൊടുത്തില്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ സ്വഭാവം മാറും. അത്ര തന്നെ. ഈശ്വര, 185 രൂപ ചുമ്മാ പോയി.
ഇനിയിപ്പോ അമ്മാവന് കഴിക്കാന്ന് കൊടുക്കും. ഈശ്വര, ഭാമേ, ഓ. ആകെ പ്രശ്നമായി. അമ്മാവൻ കോഴിക്കറി കഴിക്കുന്ന നിർത്തിയെന്ന്. അയ്യോ, ശിവൻകുട്ടി കൊണ്ടുവന്ന ഇഡ്ഡലിയും കോഴിക്കറിയും തിരിച്ചു കൊടുപ്പിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ എന്താ ചെയ്യാ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? മണി 8:45. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക. ഞാനോ? പിന്നെ ഇതാരാ? അയ്യോ, ഞാൻ വെച്ചുണ്ടാക്കുന്ന കൊടുത്താൽ അമ്മാവന് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയൊന്നും പൊതി വരുത്തിയതല്ലേ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മാവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്ന് പറയാൻ എങ്ങനെയാ? വീട്ടിലൊരു അതിഥി വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റൂ? പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കഴിച്ചിട്ട് അയ്യേ ഇതൊന്നും കൊള്ളൂല, ഇത്തരം ഭക്ഷണമാണോ മോഹനകൃഷ്ണ നീ കഴിക്കുന്നതെന്ന് അമ്മാവൻ വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിലോ മോനട്ടാ? മാമേ, അവസരം ചൂഷണം ചെയ്യരുത്. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അമ്മാവൻ വീട്ടിലേക്ക് വരുന്നത്. വന്ന് കയറി നേരത്തെ തന്നെ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞാൽ നടക്കണല്ലേ? ഞാൻ മര്യാദക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ. അപ്പൊ മോഹനേട്ടനാണ് പറഞ്ഞത് അത് വേണ്ട എന്ന്. ശരി, അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അമ്മാവൻ കോഴി ഇറച്ചി കഴിക്കുന്ന പരിപാടി നിർത്തിയ കാര്യം ഞാൻ അങ്ങനെ അറിഞ്ഞു. ഇനിയിപ്പോ തർക്കിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കുക. എന്താണ് ഉണ്ടാക്കുക? ഇപ്പോ അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കുക, പെട്ടെന്ന് വേണം മാത്രം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോനട്ടാ. ഞാൻ കൊണ്ട് സഹായിക്കാം. എന്താ വേണ്ടെന്ന് പറയാം. മോഹനകൃഷ്ണ, എന്താ? എന്താ രണ്ടുപേരും കൂടി വലിയ ചർച്ച? അല്ല, ഒന്നുമില്ല. അമ്മാവന് രാവിലെ കഴിക്കാൻ എന്താ കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മാവന് പുട്ടോ ദോശയോ ഉപ്പാവോ ഒക്കെ ആണ് ഇഷ്ടമെന്ന്. അപ്പൊ ഇവള് പറയാ അതൊന്നുമല്ല, റൊട്ടിയോ മറ്റോ വാങ്ങുന്നതാണ് നല്ലത്. ഇതൊന്നും വേണ്ട. നമ്മൾ മലയാളികൾ വയറ് നിറയെ വലിച്ചു വാരി ഭക്ഷണം കഴിച്ച് ശീലിച്ചു പോയി. അതൊക്കെ നിങ്ങൾ ബ്രിട്ടീഷുകാരെ കണ്ടുപഠിക്കണം. മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള കലോറി ഭക്ഷണം മാത്രമേ അവർ കഴിക്കൂ. ഒട്ടും കൂടുതലുമില്ല, ഒട്ടും കുറവുമില്ല. അങ്ങനെ കഴിച്ചാൽ തടി വെക്കില്ല, അസുഖങ്ങൾ ഉണ്ടാവില്ല, ക്ഷീണമില്ലാതെ ജോലി ചെയ്യാം. ഞാൻ രാവിലെ ഒരു ചെറുപഴം കഴിക്കും, 2 ഗ്ലാസ് പച്ചവെള്ളവും. പിന്നെ ഒരു 11 മണിയാകുമ്പോ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയോ കോവയ്ക്കയോ കഴിക്കും. ഉച്ചയ്ക്ക് ഒരു 2 സ്പൂൺ ചോറ്, ഒരൽപ്പം മോര്, കൂടെ എന്തെങ്കിലും പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കും. വേവിക്കാതെയാ? ആ, പിന്നല്ലാതെ. വേവിച്ചാൽ പച്ചക്കറിയുടെ ഗുണം നഷ്ടപ്പെടും. ഒരു വെണ്ടയ്ക്ക, ഒരു കഷ്ണം വെള്ളരിക്ക, പിന്നെ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ആവാം. വളരെ കുറച്ച് മാത്രം. രാത്രിയിൽ ഒരു ഗ്ലാസ് ആട്ടിൻ പാലും, ഒരു ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ, അത്ര തന്നെ. ഇത്ര മാത്രം കഴിച്ചാ വിശക്കൂലേ? ആദ്യത്തെ കുറച്ച് ദിവസം വിശപ്പ് തോന്നും, പിന്നെ അത് മാറും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നാമത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. രണ്ടാമത് ഈ ഗ്യാസ്, മണ്ണെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ലാഭിക്കാം. ആ, ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളും ഇതൊക്കെ കഴിക്കാവൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ശീലമായിക്കൊള്ളും. അല്ല ബാബാ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഞാൻ അറിയാതെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതണ്ട. കാരണം എന്തുണ്ടാക്കിയാലും ഞാൻ അറിയും. ഇനിയെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ നോക്കും മോഹനകൃഷ്ണ. ഇതിലും നല്ലത് ജയിലിൽ പോയി കിടക്കണമായിരുന്നു. എന്തൊക്കെ കുറവുണ്ടെങ്കിലും 3 വയറ് നിറച്ച് വല്ലതും കഴിക്കാൻ കിട്ടുള്ളൂ. ഞാൻ ആഫീസിൽ പോയാലൊന്ന് ആലോചിക്കുക. അല്ല, വെറുതെ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടക്കറി കഴിക്കാനല്ലേ? അത് നടക്കൂല. മോഹനയുടെ അമ്മാവന് വട്ടായത് കൊണ്ട് ഞാൻ പട്ടിണി കിടക്കേണ്ട കാര്യമുണ്ടോ? അതെ മോഹനേട്ടാ, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യ സമരം നടത്തിയില്ലേ? അതിന്റെ കാരണം എന്താന്ന് മോഹനേട്ടന് പിടികിട്ടിയാ? ആ, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാണ്ട് വരുമ്പോ ആരായാലും സമരം നടത്തി പോവില്ലേ? ചുരുക്കി പറഞ്ഞാൽ മോഹനകൃഷ്ണനേക്കാൾ ചിട്ടക്കാരനായ ബാഹുലേയൻ അമ്മാവൻ രംഗം കൊഴിപ്പിക്കുമെന്ന കാര്യം ഉറപ്പായി. ബ്രിട്ടീഷുകാരിൽ നിന്ന് ബാഹുലേയൻ അമ്മാവൻ പഠിച്ച ചിട്ടയാണോ, അമ്മാവനിൽ നിന്ന് മോഹനകൃഷ്ണൻ പഠിച്ച ചിട്ടയാണോ കൂടുതൽ കേമമെന്നറിയാൻ ഒരു ദിവസം കാത്തിരിക്കുക. കാര്യനിസാരം തുടരുന്നു.